ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ആനുകാലിക വിവരങ്ങൾ. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ നവി മുംബൈ എന്ന സ്ഥലത്താണ് ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആര്? കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത്. ഉത്തരം പ്രീതി രജക്. മധ്യപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ് പ്രീതി രജക്. കരസേനയിൽ ചേരുന്ന ആദ്യ വനിതാ ഷൂട്ടിംഗ് താരമാണ് പ്രീതി രജക്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് ആര്? തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത്. ഉത്തരം നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച റെക്കോർഡ് ആദ്യം നേടിയത് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം. ഉത്തരം 75 രൂപ നാണയം. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആര്? പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ. ഉത്തരം EP നാരായണൻ പെരുവണ്ണാൻ. ആദ്യ പത്മശ്രീ ലഭിച്ച തെയ്യം കലാകാരൻ EP നാരായണ പെരുവണ്ണാൻ. കേരളത്തിൽ ആദ്യമായി തുളസിവനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം. കേരളത്തിൽ ആദ്യമായി തുളസിവനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം ഏത്? ഉത്തരം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യം ഏത്? ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യം. ഉത്തരം US. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാവുന്നത് എവിടെയാണ്? 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം കാസർഗോഡ്. ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. ഉത്തരം സ്നേഹഹസ്തം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ്. ഉത്തരം അരകവ്യൂഹം. ശബ്ദകോലാഹലങ്ങളുടെ കൂട്ടായ്മ എന്നാണ് അരകവ്യൂഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായി 5ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം അബുദാബി. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥയുടെ പേര്. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ആത്മകഥ. ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന. ഉത്തരം ഓപ്പറേഷൻ ഡി ഹണ്ട്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം. ഉത്തരം ഫെബ്രുവരി 2. 1997 മുതലാണ് ലോക തണ്ണീർത്തട ദിനം ആചരിച്ചു തുടങ്ങിയത്. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമെന്താണ്? 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. ഉത്തരം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം തമിഴ്നാട്. പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം 80.
2023 ട്രാൻസ്പരൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏത്? ഉത്തരം ഡെൻമാർക്ക്. രണ്ടാമത് ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 93. വി.ടി. ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല. വി.ടി. ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏത്? ഉത്തരം പാലക്കാട്. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസത്തിന്റെ പേര്. ഉത്തരം ഡബിൾ സ്ട്രൈക്ക്. തുടർച്ചയായി 3-ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? തുടർച്ചയായി 3-ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ജയ് ഷാ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. ഉത്തരം ജാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ്. ഉത്തരം അരിയാന സെബലങ്ക. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം. ഉത്തരം പോയം 3. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി. ഉത്തരം ന്യൂറാലിങ്ക്. 2024 ജനുവരിയിൽ ഒരേ സമയം 3 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച ഏഷ്യൻ രാജ്യം. ഉത്തരം ഇറാൻ. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഏത്? ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം. ഫ്രാൻസിലെ ലൂവർ മ്യൂസിയം. അടുത്തിടെ ഈ ചിത്രത്തിൽ പരിസ്ഥിതി പ്രക്ഷോഭകർ സൂപ്പ് ഒഴിച്ചതിനെ തുടർന്നാണ് വാർത്തയായത്. ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഏത്? ഗുജറാത്ത്. 9-ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. 9-ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? ഉത്തരം നിതീഷ് കുമാർ. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നിയാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ. ഉത്തരം ഐക്കൺ ഓഫ് ദ സീസ്. ഈ കപ്പലിനു പേരു നൽകിയ ഫുട്ബോൾ താരം മെസ്സി. മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ഉത്തരം 76-ാമത് രക്തസാക്ഷിത്വ ദിനം. 1948 ജനുവരി 30-നാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ. ഉത്തരം ഛത്തീസ്ഗഡ്. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി. ഉത്തരം ഉദയം. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവ വേദി എവിടെയാണ്? കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവ വേദി. ഉത്തരം തൃശൂർ. ക്ഷേത്ര പരിസര സമഗ്ര വികസനത്തിനായി സമാലൈ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഒഡീഷ്യ. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത്. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത്. ഉത്തരം വടക്കൻ കങ്കാരു ഓന്ത്. അഗസ്ത്യഗാമ എഡ്ജ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. 2024 ജനുവരിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമരം നടത്തുന്ന യൂറോപ്യൻ രാജ്യം ഏത്? ഉത്തരം ഫ്രാൻസ്. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? ഉത്തരം രോഹൻ ബൊപ്പണ്ണ. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവ് ലഭിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ഉത്തരം ഇമ്രാൻ ഖാൻ. 2024 പാർലമെന്റിലെ ഇടക്കാല ബജറ്റ് ആരംഭിച്ചത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 1.
2024 വർഷത്തെ ഇന്റർനാഷണൽ കയാങ്ങിംഗ് ടൂർണമെന്റിന് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തത്. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷൻ ഏത്? ഉത്തരം കുറ്റിപ്പുറം. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. 16ാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആര്? 16ാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. ഉത്തരം ആനി ജോർജ് മാത്യു. 16ാമത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏത്? 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. ഉത്തരം ഇൻസാറ്റ് 3DS. തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സ്വർണം നേടിയ മലയാളി താരം. ഉത്തരം അലനിസ് ലില്ലി ക്യൂബെല്ലോ. 7ാമത് സുഗന്ധവിജ്ഞാന ആഗോള സമ്മേളന വേദി എവിടെയാണ്? 7ാമത് സുഗന്ധവിജ്ഞാന ആഗോള സമ്മേളന വേദി. ഉത്തരം കൊച്ചി. നാടൻ കലാഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രൻ. സംസ്ഥാനത്ത് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഏത് ഔദ്യോഗിക പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുക? ഉത്തരം സിവിൽ ജഡ്ജി. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ. ഉത്തരം സ്പർശ്.